മിറാക്കുലസ് ഡേയ്സ് വിത്ത് മോഹൻജി, മോഹൻജിയോടത്തുള്ള അദ്ഭുത ദിനങ്ങൾ. രാജേഷ് കാമത്ത്. വിവർത്തനം ശങ്കരനാരായണൻ മീറ്റ്ന. അധ്യായം 11. നന്ദി ഭഗവാൻ ഞങ്ങളുടെ രക്ഷാവലയം പൂർണ്ണമാക്കുന്നു. പ്രാതലിന് ശേഷം ഗുരുജിയുടെ മകൻ അതിഥി മന്ദിരത്തിലേക്ക് വന്നു. ഞങ്ങൾ ഉടനെ ഗംഗാനദിയിലെ സ്നാനഘട്ടങ്ങളിലേക്ക് പുറപ്പെട്ടു. സുരക്ഷാ കാരണങ്ങളാൽ സ്നാനഘട്ടങ്ങളിലേക്കുള്ള റോഡുകളിൽ വാഹനങ്ങൾ അനുവദിച്ചിരുന്നില്ല. ഞങ്ങൾ കാറുകളിൽ നിന്ന് ഇറങ്ങി നടന്നു. ഗുരുജിയുടെ മകൻ ഞങ്ങളെ വേഗത്തിൽ പ്രധാനമായ ദശാശ്വമേധ ഘട്ടത്തിലേക്ക് നയിച്ചു. ഞങ്ങൾ പടവുകൾ ഇറങ്ങി മുങ്ങാൻ പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. മോഹൻജിക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. അദ്ദേഹം കാലുകൾ കഴുകി പ്രാർത്ഥിച്ചു. മിശ്രാജിയും ഞാനും നദിയിലിറങ്ങി മുങ്ങി. ഞങ്ങൾ ഗംഗാജലം കൊണ്ട് മോഹൻജിയുടെ പാദാഭിഷേകം ചെയ്തു. അവലിന്റെ പാക്കറ്റുകൾ വാങ്ങി ഞങ്ങൾ കടൽക്കാക്കകൾക്ക് തീറ്റി കൊടുത്തു. ഒരു പറ്റം കടൽക്കാക്കകൾ ചുറ്റും ചിറകടിച്ച് പറന്ന് വെള്ളം തെറിപ്പിച്ചു. അത് രസകരമായ കാഴ്ചയായിരുന്നു. കടവിലേക്ക് വന്ന ഒരു വിൽപ്പനക്കാരൻ പയ്യന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വിളക്കുകളും ഞങ്ങൾ വാങ്ങി. മോഹൻജി സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി ആ വിളക്കുകൾ കത്തിച്ച് ഗംഗാമാതാവിന് സമർപ്പണമായി നദിയിലൊഴുക്കി. തലയും മുതുകും മുഴുവനും വെള്ളത്തിൽ താഴുമ്പോഴാണ് ശരിയായ മുങ്ങലാകുന്നത് എന്ന് മോഹൻജി പറഞ്ഞു. ഒന്നാമത്തെ മുങ്ങലിനെ തനിക്കും, രണ്ടാമത്തേത് പിതൃക്കൾക്കും, മൂന്നാമത്തേത് ഗുരുവിനും വേണ്ടിയുള്ളതാണ്. ഈ 3 മുങ്ങലിനെ തുടർന്ന് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഇഷ്ടദേവതയ്ക്കും ഉയർന്ന തലത്തിലുള്ള ഗുരുക്കന്മാർക്കും മറ്റുമായി മുങ്ങാവുന്നതാണ്. ആദ്യം തന്നെ ഞങ്ങൾ ഗംഗാമാതാവിന് പ്രാർത്ഥനകൾ അർപ്പിച്ചു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ഗുരു എന്ന നിലയ്ക്ക് മോഹൻജി മേൽപ്പറഞ്ഞ എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ മോഹൻജിയെ ഉദ്ദേശിച്ച് ഒരു 108 മുങ്ങൽ അർപ്പിക്കുവാൻ നിശ്ചയിച്ചു. മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ശക്തമായി വികാരാധീനനായി. അത് മറക്കാത്തൊരു അനുഭവമായിരുന്നു. മുങ്ങൽ കഴിഞ്ഞ് വീണ്ടും ഗംഗാമാതാവിനെ പ്രാർത്ഥിച്ച് ഞാൻ കരയിലേക്ക് കയറി. ദേഹം തുവർത്തി വസ്ത്രങ്ങൾ മാറി ഞങ്ങൾ സ്നാനഘട്ടങ്ങളിൽ നിന്ന് പുറത്തു വന്നു. എൻ്റെ സ്നാനത്തെപ്പറ്റി മോഹൻജി ചോദിച്ചു. മോഹൻജിക്ക് വേണ്ടി 108 മുങ്ങൽ മുങ്ങിയ കാര്യം ഞാൻ പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് താൻ അത് അറിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഞാൻ മുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിനടിയിൽ നിന്ന് വന്ന ഗംഗാജലം സോക്സ് നനച്ചുകൊണ്ടിരുന്നു. സോക്സ് നനഞ്ഞു എന്നുള്ളത് അത്ഭുതകരമായിരുന്നു. വെള്ളത്തിൽ നിന്ന് കുറേ ദൂരെയായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. മോഹൻജി ആരതിയിൽ നിന്നുള്ള ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. തേരെ ചരണോं में अमृतधारा हर पल स्वामी बहे, शांति मिले हर पल, शांति मिले हर पल, तेरे चरणों में സ്വാമി തേരെ ചരണോं में. അവിടുത്തെ പാദങ്ങളിൽ എല്ലായ്പ്പോഴും അനശ്വരതയുടെ അമരത്വത്തിൻ്റെ അമൃത് ഒഴുകുന്നു. എല്ലായ്പ്പോഴും അവിടെ ഞങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നു. ഞങ്ങൾ ഉടനെ തന്നെ വാഹനങ്ങളിൽ കയറി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പാവനമായി കരുതപ്പെടുന്ന 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഈ ശിവക്ഷേത്രത്തിലെ ശിവലിംഗം. ഭക്തിപൂർവ്വം ഗംഗയിൽ സ്നാനം ചെയ്ത് വിശ്വനാഥനെ ദർശിക്കുന്നത് മോക്ഷദായകമായി കരുതപ്പെടുന്നു. ഹിന്ദുക്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. ആദിശങ്കരനും ആത്മജ്ഞാനിയും മഹാദേവി ഭക്തനുമായ ശ്രീ രാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, സ്വാമി തുളസിദാസ്, സ്വാമി ദയാനന്ദ സരസ്വതി, സത്യസായി ബാബ, സിഖ് മതസ്ഥാപകനായ ഗുരുനാനക് തുടങ്ങിയവരെല്ലാം കാശിയിലെ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള പോക്കുവരവ് നിർദ്ദിഷ്ട ഗേറ്റുകളിൽ കൂടിയാണ്. 2 ഗേറ്റുകളിലേക്ക് നിയന്ത്രിക്കുന്ന ഓരോ ഇടുങ്ങിയ തെരുവുണ്ട്. തെരുവുകളിൽ പോലീസ് നിയന്ത്രിക്കുന്ന താൽക്കാലിക തടസ്സങ്ങളും ഇടയ്ക്കിടെ തടഞ്ഞു നിർത്തിയും ഉടനീളം സുരക്ഷയ്ക്ക് വേണ്ടിയുമുള്ള പരിശോധനകളുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ നീക്കം വളരെ സാവധാനത്തിലായിരിക്കും. വഴിപാടുകളുടെ ആവശ്യത്തിനല്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണും ക്യാമറയും ഉൾപ്പെടെ ക്ഷേത്രത്തിൽ അനുവദിക്കില്ല. വഴിക്കുള്ള ചെറിയ കടകളിൽ വഴിപാട് സാധനങ്ങൾ കിട്ടും. മൊബൈൽ ഫോണും ക്യാമറയും പാദരക്ഷകളും മറ്റും സൂക്ഷിക്കുവാനുള്ള ഏർപ്പാടുകളുമുണ്ട്.
പല വിധത്തിലുള്ള നിർത്തലുകളും പരിശോധനകളും ഗേറ്റും കടന്ന് ഞങ്ങൾ ശ്രീകോവിലിന് മുന്നിലുള്ള ക്യൂവിൽ കാത്തുനിന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ സ്ലാവീസയുടെ പാസ്പോർട്ട് ആവശ്യപ്പെട്ടു. അവർ അത് കയ്യിൽ കരുതിയിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഗേറ്റിനകത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. ഗുരുജിയുടെ മകൻ ദയാപൂർവം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു കൊള്ളാമെന്നും ഞങ്ങളോട് മുമ്പോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. മഹാദേവനെ ദർശിക്കുവാൻ ആകാംക്ഷയോടെ കാത്തുനിന്ന് ഭക്തരുടെ ഇടയിൽ പെട്ടെന്ന് ഉന്തും തള്ളുമുണ്ടായി. മോഹൻജി അതിൽ പെട്ടുപോകാതിരിക്കാനായി മിശ്രാജിയും ഞാനും ചേർന്ന് അദ്ദേഹത്തിന് ചുറ്റും ഒരു രക്ഷാവലയം തീർത്തു. ഞാൻ മോഹൻജിയുടെ മുമ്പിലും മിശ്രാജി പിന്നിലും നിന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ടു വശങ്ങളും കാത്തു. പെട്ടെന്ന് മിശ്രാജി പറയുന്നത് കേട്ടു. ബാബാജി കോ ധക്ക മത് ദോ, അപ്ന ജഗ പേ ഖഡാ രഹോ. ബാബാജിയെ ഉന്തരുത്, അവനവന്റെ സ്ഥാനത്ത് നിൽക്കൂ. മോഹൻജിയുടെ അടുത്തേക്ക് തള്ളിക്കയറി വന്നിരുന്ന ഒരു ഗ്രാമീണനോടാണ് മിശ്രാജി ഇങ്ങനെ പറഞ്ഞത്. അയാൾ ഒരു വെളുത്ത ധോത്തിയും ചുവന്ന കുർത്തയും ധരിച്ചിരുന്നു. രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും മരുപ്രദേശങ്ങളിൽ സാധാരണ ധരിക്കുന്ന തരത്തിലുള്ള വർണ്ണശബളമായ ഒരു തലപ്പാവുമുണ്ട്. നല്ല ഉയരമുണ്ട്. മുഖത്ത് വസൂരിക്കലയുണ്ട്. കാഴ്ചയ്ക്ക് പരുക്കനാണ്. അയാൾക്ക് എന്തോ അസാധാരണത്വം ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് അയാൾ വ്യത്യസ്തനായിരുന്നു. അയാളുടെ വേഷവും അയാളെ മുന്തി നിർത്തി. അയാൾക്ക് ചുറ്റും ഒരു പ്രേതതുല്യമായ രണോത്സുകമായ പരിവേഷമുണ്ടായിരുന്നു. മാരകമായ ഒരു ഭാവവും. മിശ്രാജിയുടെ വാക്കുകൾ അയാൾ ഞെട്ടിച്ചു. ഒരാഘാതമേറ്റ ഭാവമായിരുന്നു മുഖത്ത്. ഈ ഭാവമാറ്റം സന്ദർഭത്തിന് യോജിച്ചതായിരുന്നില്ല. കുറച്ചൊക്കെ ഹാസ്യജനകവുമായിരുന്നു. അയാൾ പറഞ്ഞു, ഹം ഭഗവാൻ കോ ധക്ക ദേന കൈസേ സോച്ച് ഭി സക്തേ ഹേ. ഹം ഭി ഹമാരെ ഭോലേനാഥ് കി രക്ഷ കർത്തേ ആയേ ഹേ. ഭഗവാനെ ഉന്തുക എങ്ങനെയാണ് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുക. ഞാനും ഇവിടെ ഭോലേനാഥന്, ശിവന് രക്ഷണം നൽകാൻ വന്നതാണ്. അയാൾ ഒന്ന് ഇളിച്ചു കാട്ടി. മോഹൻജി തിരിഞ്ഞ് അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ സ്നേഹത്തോടെ മോഹൻജിയെ നോക്കി. തൻ്റെ താടി മോഹൻജിയുടെ ചുമലിൽ പതുക്കെ വെച്ചു. മോഹൻജി സ്നേഹപൂർവ്വം അയാളുടെ കവിളിൽ മൃദുവായി തലോടി. അയാൾ തൻ്റെ തല മോഹൻജിയുടെ തലയിൽ പതുക്കെ മുട്ടിച്ചു. ഞങ്ങളെല്ലാം ഈ വിനോദം കണ്ടു നിന്നു. ഇത് ഹൃദയസ്പർശിയായിരുന്നു. അയാൾ സാധാരണക്കാരനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അയാൾ ഞങ്ങളെ നോക്കി പറഞ്ഞു, ഹമാരാ ബാഗ് ദേഖോ, ഭോലെ ബാബ ഖുദ് ഹമേ അപ്നെ മന്ദിർ മേ ദർശൻ കെ ലിയേ ലേ ജാ രഹേ ഹേ. എൻ്റെ ഭാഗ്യം കണ്ടോ, നിഷ്കളങ്കനായ ഭോലെ ബാബ തന്നെ എന്നെ തൻ്റെ മന്ദിരത്തിൽ ദർശനത്തിനായി കൊണ്ടുപോകുന്നു. ഈ അസാധാരണമായ പ്രസ്താവം ഞങ്ങളെ അമ്പരപ്പിച്ചു. ശ്രീകോവിൽ നട തുറന്നു. പെട്ടെന്ന് തിക്കും തിരക്കുമായി. ഞങ്ങൾ കർമ്മനിരതരായി. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ ആൾക്കൂട്ടത്തിനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമുണ്ട്. ശ്രീകോവിലേക്ക് നിങ്ങൾ നടക്കേണ്ടതില്ല. നിങ്ങളെ തള്ളിക്കൊണ്ടുപോയിക്കൊള്ളും. നിങ്ങൾ പുറന്തള്ളപ്പെടുന്നില്ലെന്നും പുറകോട്ട് നീക്കപ്പെടുന്നില്ലെന്നും ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തിക്കിനും മത്സരത്തിനുമിടയിൽ ഞങ്ങൾ ശ്രീകോവിലെത്തി. ദർശനത്തിനായി ആകാംക്ഷയോടെ നീങ്ങുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് മോഹൻജിയെ രക്ഷിക്കുവാൻ ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചു. ഭോലെ ബാബ കി ജയ്, കാശി വിശ്വനാഥ് മഹാരാജ് കി ജയ് എന്നീ വിളികൾ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു. ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ശ്രീകോവിലും സാവധാനം ശിവലിംഗത്തിന് അടുത്തും എത്തി. ആൾക്കൂട്ടത്തിന്റെ തള്ളിക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാനായിരിക്കാം ശിവലിംഗം ഒരു ചെറിയ മതിൽക്കെട്ടിന് അകത്താണ് ഉള്ളത്. അല്പം ദൂരെ നിന്ന് നമസ്കരിക്കുകയും ശിവലിംഗത്തെ മുമ്പോട്ട് എത്തി തൊടുകയും ചെയ്യേണ്ടിയിരുന്നു. ചില പുരോഹിതന്മാർ ഭക്തന്മാരോട് കൂടി ലിംഗത്തിന് അഭിഷേകവും പൂജയും ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ അവരെ കടന്ന് ശിവലിംഗത്തിനടുത്തെത്തി. മോഹൻജി കുനിഞ്ഞ് ശിവലിംഗത്തെ തൊട്ട് പ്രാർത്ഥിച്ച് ശ്രീകോവിലിന് പുറത്തേക്ക് നടന്നു. ഞങ്ങളും വേഗത്തിൽ പ്രാർത്ഥന കഴിച്ച് മോഹൻജിയെ പിന്തുടർന്നു. മോഹൻജിയുടെ പിന്നിൽ നിന്ന ആ മനുഷ്യനെ ബദ്ധപ്പാടുകൾക്കിടയിൽ ഞങ്ങൾ മറന്നുപോയിരുന്നു. അയാളെ എവിടെയും കാണാനില്ല. എല്ലായിടത്തും നോക്കുവാൻ മോഹൻജി പറഞ്ഞു. ഇത് മാത്രമാണ് പുറത്തേക്കുള്ള വഴി. അതുകൊണ്ട് ഒന്നുകിൽ അയാൾ ഞങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ ശ്രീകോവിലിനകത്ത് ഉണ്ടായിരിക്കണം. ഞങ്ങൾ അവിടെ മുഴുവൻ തിരഞ്ഞു. എവിടെയും കണ്ടില്ല. ആരാണ് അയാൾ എന്ന് ഞങ്ങൾ മോഹൻജിയോട് ചോദിച്ചു. മോഹൻജി പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നന്ദി ആയിരിക്കാം. ആശ്ചര്യകരം, ഭഗവാൻ നന്ദി തന്നെ. ശിവഭക്തന്മാർക്ക് നന്ദി എന്നാൽ ശിവൻ തന്നെയാണ്. നന്ദി എന്ന വെളുത്ത കാള ശിവഭഗവാന്റെ വാഹനവും ശിവഗണങ്ങളുടെ നായകനുമാണ്. അദ്ദേഹം ശിവന്റെ മുഖ്യ ശിഷ്യനായും കണക്കാക്കപ്പെടുന്നു.
നന്ദി സുന്ദരനായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശിവഭഗവാനിൽ നിന്ന് ഭക്തന്മാരുടെ ശ്രദ്ധ വ്യതിചലിക്കപ്പെടാതിരിക്കാനും തൻ്റെ ഭക്തിക്ക് തടസ്സമാകത്തക്ക വിധം താൻ മറ്റുള്ളവരുടെ ആകർഷണ കേന്ദ്രമാകാതിരിക്കാനും വേണ്ടി നന്ദി ഒരു കാളയുടെ രൂപമെടുത്തു. പാലാഴി കടഞ്ഞപ്പോൾ പുറത്തു വന്ന ഹലാഹലം എന്ന ഉഗ്രവിഷത്തെ നേരിടാൻ മറ്റാർക്കും കഴിഞ്ഞില്ല. ഭഗവാൻ ശിവൻ അത് മുഴുവൻ കുടിച്ചു. ഭഗവാന്റെ വായിൽ നിന്ന് അല്പം വിഷം പുറത്തേക്ക് തുളുമ്പിയപ്പോൾ തറയിൽ വീഴുന്നതിന് മുമ്പ് നന്ദി അത് കുടിച്ചു. ദേവകൾ ഞെട്ടിപ്പോയി. നന്ദിയുടെ വിധിയെക്കുറിച്ച് അവർ ഉത്കണ്ഠിതരായി. ഭഗവാൻ ശിവൻ അവരെ ഇപ്രകാരം സമാധാനിപ്പിച്ചു: നന്ദി പൂർണ്ണമായും എന്നിൽ സമർപ്പിതനാണ്. അയാൾക്ക് എൻ്റെ എല്ലാ ശക്തിയും എൻ്റെ സംരക്ഷണവും ഉണ്ട്. അത്രയ്ക്കുണ്ട് നന്ദിയുടെ ഭക്തിയുടെ വ്യാപ്തി. ഈ പരമാർത്ഥത്തെ മാനിച്ച് മിക്ക ശിവക്ഷേത്രത്തിലും ശ്രീകോവിലിന് നേരെ മുമ്പിൽ നന്ദിയുടെ കൽപ്രതിമ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ശോഷിച്ച ശരീരങ്ങളെ കണക്കാക്കുമ്പോൾ മോഹൻജിക്ക് ചുറ്റും ഞങ്ങൾ നിർമ്മിച്ച സുരക്ഷാ മതിൽ പൂർത്തിയാക്കുവാൻ ഒരാൾ കൂടി വേണമായിരുന്നു. ഭഗവാൻ നന്ദി അത് പൂർത്തിയാക്കി. എത്ര അത്ഭുതകരമായ കാര്യമാണിത്! ഇത് ഈ ചോദ്യവും ഉയർത്തുന്നു: ദൈവനാമത്തിൽ മോഹൻജി ആരാണ്? തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ജനങ്ങളും സ്ഥലങ്ങളും വസ്തുക്കളും സാഹചര്യങ്ങളും സുവ്യക്തമായിരുന്ന ഒരു ലോകത്തു നിന്നാണ് ഞാൻ വരുന്നത്. അവ കാണുമ്പോൾ എന്താണെന്ന് നമുക്ക് തോന്നുന്നുവോ അതായിരിക്കും. പുരാണങ്ങൾ പറയുന്നു എല്ലാം വലിയൊരു മായയാണെന്ന്. എന്നാൽ എനിക്ക് എല്ലാം യാഥാർത്ഥ്യമായിരുന്നു. മിഥ്യയാണെന്ന് അവ പറയുമ്പോൾ എനിക്ക് അവ സത്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ മോഹൻജിയുടെ കൂടെ ആയപ്പോൾ പെട്ടെന്ന് എല്ലാം സംശയിക്കത്തക്കതായ ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഒന്നും അതെന്താണെന്ന് നമുക്ക് തോന്നുന്നുവോ അതല്ല. മോഹൻജിയോട് വളരെ അടുപ്പമുള്ള ഒരു അനുയായിയോട് ഞാൻ വിലപിച്ചു. മോഹൻജിയുടെ കൂടെ കൂടിയപ്പോൾ എൻ്റെ ലോകം യാഥാർത്ഥ്യത്തിൽ നിന്ന് അയഥാർത്ഥ്യത്തിലേക്ക് തകിടം മറിഞ്ഞു എന്ന്. മറാഠി ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്: ദിസ്ത തസ നസ്ത ഇഥേജ് ജഗ ഫസ്ത. ഒന്നും നമുക്ക് എന്താണെന്ന് തോന്നുന്നുവോ അതല്ല. ലോകം വെടിയാക്കപ്പെടുന്നു. മരങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ ആരാണ് നിങ്ങളുടെ മുന്നിൽ പതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരിക്കലും അറിയില്ല. കുറഞ്ഞപക്ഷം അത് അസ്ഥിരതയെങ്കിലുമാണ്. നിങ്ങൾ എന്തെങ്കിലും വസ്തുവിനെ കാണുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു. ആ രൂപത്തിനകത്ത് ഒരു ദിവ്യപുരുഷൻ ഒളിച്ചിരിപ്പുണ്ടോ? എല്ലാ ജീവികളിലും തന്നെ കാണണമെന്ന് സായിബാബ തൻ്റെ അനുയായികളോട് പറയുമായിരുന്നു. ഇങ്ങനെയുള്ള ഏതാനും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞാൻ ധൈര്യപ്പെട്ടു. ഒരു ധാരണ ഉണ്ടായതുകൊണ്ടല്ല, ഒരു കൗതുകം കൊണ്ട്. മുമ്പോട്ട് പോകാം. ശ്രീകോവിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങൾ ഒരു പ്രാർത്ഥനാ ഹാളിൽ എത്തി. അവിടെ പൂജകന്മാർ ഭക്തന്മാർക്ക് വേണ്ടി അഭിഷേകവും പൂജയും ചെയ്തുകൊണ്ടിരുന്നു. പ്രാർത്ഥനാ ഹാളിന് വലതുവശം പൂജകന്മാർക്ക് ഇരിക്കാനായി പ്രത്യേകം തിരിച്ച സ്ഥലമുണ്ടായിരുന്നു. ഏതാനും പൂജകന്മാർ ഭക്തന്മാർക്ക് വേണ്ടി ഒരുമിച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിനകത്ത് പ്രധാന ക്ഷേത്രത്തോടനുബന്ധിച്ച് പല ദേവതകളുടെയും അനേകം ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥനാ ഹാളിലേക്ക് തിരിച്ചെത്തി. സ്ലാവിത് സായും ഗുരുജിയുടെ മകനും വരുവാൻ വേണ്ടി ഞങ്ങൾ കാത്തുനിന്നു. മോഹൻജി ഞങ്ങളോട് ശ്രീകോവിലേക്ക് തിരിച്ചുപോയി കുറച്ച് മാലകൾ ശിവലിംഗത്തിൽ തൊടുവിച്ച് പവിത്രീകരിച്ച് കൊണ്ടുവരുവാൻ പറഞ്ഞു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇത് അനുവദിക്കാറില്ല. മിശ്രാജിയും ഞാനും മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് തിരിച്ചുപോയി. മാലകൾ കയ്യിൽ ഗൂഢമായി ഒതുക്കിപ്പിടിച്ച് ശിവലിംഗത്തിൽ തൊടുവിച്ച് ഞങ്ങൾ പെട്ടെന്ന് പുറത്തു കടന്നു. ആരും അത് ശ്രദ്ധിച്ചതായി തോന്നിയില്ല. അല്പം കഴിഞ്ഞ് ഗുരുജിയുടെ മകനും സ്ലാവിത് സായും ഞങ്ങളോടൊപ്പം ചേർന്നു. അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള പ്രശ്നം തീർത്തതിന് ശേഷം ദർശനം കഴിഞ്ഞ് എത്തിയതായിരുന്നു. മോഹൻജി പ്രാർത്ഥനാ ഹാളിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുവാൻ നിശ്ചയിച്ചു. ഞങ്ങൾ ഒരു പൂജകനെ കണ്ടെത്തി. അദ്ദേഹം ഉടനെ വന്ന് അത് നടത്തിത്തരാൻ തയ്യാറായി. ഞങ്ങൾ മോഹൻജിക്കും പൂജകനും ചുറ്റുമിരുന്നു. പൂജകൻ മന്ത്രങ്ങൾ ചൊല്ലി ശിവലിംഗത്തിൽ പാല്, തേൻ, പഞ്ചസാര, ജലം മുതലായവ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ പൂജകന് നേരെ പറഞ്ഞുറപ്പിച്ച സംഖ്യ ദക്ഷിണയായി കൊടുത്തു. അദ്ദേഹം കൂടുതൽ ആവശ്യപ്പെട്ടു. മോഹൻജി അദ്ദേഹത്തെ ശാസിച്ചു: നിങ്ങളൊരു ബ്രാഹ്മണനാണ്, അത്യാഗ്രഹം അരുത്. ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുന്നു. തൻ്റെ കടമ നിറവേറ്റുക എന്നത് ശ്രേഷ്ഠമായൊരു സേവനമാണ്. ഭക്തന്മാരെ പിഴിയരുത്. അത് നിങ്ങളുടെ തൊഴിലിന് ചേരാത്ത കാര്യമാണ്. പൂജകൻ അമ്പരന്നു, മാപ്പ് യാചിച്ചു. മോഹൻജി അദ്ദേഹത്തിന് കുറച്ചുകൂടി പണം കൊടുക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കൊടുത്തു. മോഹൻജിയും സംഘവും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി.